ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ ചെടി എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ പേഴ്സണൽ ഫേവററ്റ് ആകും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചെടിയെ അടുത്തറിയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കും ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചെടിയെ ഏറ്റവും ഇഷ്ടപ്പെടും. അത്ര നല്ലൊരു ചെടിയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം, ആ പൂക്കളുടെ മണം, എന്തൊരു മണമുള്ള പൂക്കളാണെന്നറിയാമോ? ഒരു രക്ഷയില്ലാത്ത മണമാണ്. അത്രയേറെ മണമുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പേര് ബ്രൺഫെൽസിയ പോസിഫ്ലോറ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. കോമൺ നെയിമായിട്ട് നമ്മൾ പറയപ്പെടുന്നു യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ എന്നറിയുന്നു. മറ്റൊരു പേര് മോർണിംഗ്, നൂൺ ആൻഡ് നൈറ്റ്. തീർന്നില്ല, ഇനിയുണ്ട് പേരുകൾ. കിസ് മീ ക്രിക്ക്, ബ്രസീൽ റെയിൻ ട്രീ എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് എ ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻ ദ ഫാമിലി സൊളനേസിയെ. എന്നാൽ ഈ പ്ലാന്റിൻ്റെ ഈ പ്ലാന്റിന് ബെറീസ് ഉണ്ട് കേട്ടോ. അത് ഹൈലി പോയിസണസ് ആണ് ഫോർ ദി ആനിമൽസ്, ദാറ്റ് ഈസ് ഫോർ ക്യാറ്റ്സ്, ഡോഗ്സ്, ബേർഡ്സ് എക്സെട്ര. അത് കുറച്ച് ടോക്സിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 3 മീറ്റർ ഹൈറ്റിലൊക്കെ ഈ പ്ലാന്റ് ഗാർഡനിൽ വളർത്തിക്കഴിഞ്ഞാൽ, നല്ല ബുഷാക്കിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇത് പൂക്കും. പൂക്കൾക്കാണെങ്കിൽ അതിമനോഹരമായ, അതിഭയങ്കരമായ മണവുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ ഇത് വളർത്തുമ്പോൾ നല്ല മണമാണ് ഗാർഡൻ നിറയെ. അപ്പോൾ ഇതിൻ്റെ ഈ ടോക്സിസിറ്റി വന്നു എന്നൊക്കെ നമുക്ക് ഒരു അതിശയം തോന്നും. പക്ഷേ അതിൻ്റെ ബെറീസ് ടോക്സിക്കാണ്. അതിൻ്റെ ഫ്ലവേഴ്സിന് ഒരു രക്ഷയുമില്ലാത്ത അപാര മണമാണ്, നല്ല സുന്ദരമായ മണമാണ്. ഗാർഡനിൽ ഫ്ലവേഴ്സിനെയും ബട്ടർഫ്ലൈസിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യാനും നമ്മൾ കാഴ്ചക്കാർക്കും ഒരു മനസ്സും ശരീരവും ഒക്കെ കുളിർക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഒരു ഫ്ലവറാണിത്. വിരിയുമ്പോൾ നല്ല ഡാർക്ക് പർപ്പിളും പിന്നെ അടുത്ത ദിവസം ഒരു ലൈറ്റ് പേർപ്പിൾ വരുന്നു. ഫൈനൽ സ്റ്റേജിൽ അതിനൊരു വൈറ്റ് ഫ്ലവറായി മാറി അത് ഏജ്ഡായി ആ ഫ്ലവർ കൊഴിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 കളേർഡ് ഫ്ലവറും ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്ന പേര് ഈ ചെടിക്ക് ആപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്.